Hello students. In this video we'll be discussing about the history of cooperative movement in the world. By now you know the concept of cooperation, what is the basic characteristic of the term cooperation, what are its advantages and disadvantages and benefits that are being derived. And in this video, before going on to the principles of cooperation, we must have a basic idea about the history of cooperative movement in the world. And I'm sure that in the next semester you will be studying in detail about the cooperative movement in the world. So before that, in order to have an introductory part to the Rockdale principles, which is the first stage principles of cooperation, we'll just give a brief introduction about the history of cooperative movement in the world. The cooperative movement began in Europe. ഇന്ത്യയിലൊന്നല്ല കേട്ടോ വന്നത്, അത് ആദ്യം യൂറോപ്പിലാണ്. ഇൻ ദ 19th century, primarily in Britain and France. ബ്രിട്ടനിലും ഫ്രാൻസിലുമാണ് ഇത് ആദ്യമായിട്ട് ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വന്നത്, അല്ലെങ്കിൽ വന്നു എന്നുള്ളത് അറിയപ്പെടുന്നത്. The Shore Potters Society claims to be one of the world's first cooperatives, being established in Aberdeen in 1498. 1498 ഷോർ പോട്ടേഴ്സ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയാണ് ആദ്യമായിട്ട്. ഇപ്പം നമ്മൾ ഇൻട്രൊഡക്ടറി ടു കോപ്പറേഷൻ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ വൈഡൻ ചെയ്തൊരു ഗ്യാപ്പ്, അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ. നമുക്കറിയാം എല്ലാ റെവല്യൂഷൻസും ഒക്കെ വരാനുള്ള ഒരു പ്രധാന കാരണം ഈ എക്സ്പ്ലോയിറ്റേഷനായിരുന്നു. അങ്ങനെ ആ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്തുകൊണ്ട് ഈ എക്സ്പ്ലോയിറ്റഡ് വിഭാഗങ്ങൾക്ക് സഹകരിച്ച് അവർക്കൊരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് തുടങ്ങിക്കൂടെ, അവർക്കൊരു അവരുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഇത് കോപ്പറേറ്റീവ് സ്റ്റോർ ആയാലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അത് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്നുള്ളൊരു തോട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. അപ്പം ഫസ്റ്റ് അറിയപ്പെടുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഷോർ പോട്ടറിൻ്റെ സൊസൈറ്റിയാണ്. അത് 1498 വന്നത്. The first documented consumer cooperative was founded in 1769. നമുക്ക് രേഖകൾ പ്രകാരം നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡോക്യുമെൻറ്റഡ് കൺസ്യൂമർ കോപ്പറേറ്റീവ് വന്നത് 1769 in a barely furnished cottage in Fenwick, East Ayrshire, when local weavers manhandled a sack of oatmeal into John Walker's whitewashed front room and began selling the contents at a discount, forming the Fenwick Weavers Society. അവർക്കുള്ള ഭക്ഷണം അതാണ് ബേസിക്കായിട്ട് വന്നത്. അതായത് ഫസ്റ്റ് ഡോക്യുമെൻറ്റഡ് സൊസൈറ്റി നമ്മൾ 1769 ഒരു ബാർലി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു കോട്ടേജിൽ വെച്ചിട്ടാണ്, ഫെൻവിക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വെച്ചിട്ടാണ്. അവിടെ എന്താണ് ഈ ഓട്ട് മീൽസിൻ്റെ ചാക്ക്, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ചാക്ക് കൊണ്ടുവരുന്ന സമയത്ത് അത് തടഞ്ഞു വെച്ച് അവിടെ വെച്ച് അത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലൂടെ ആണ് ഈ ഫെൻവിക്ക് വീവേഴ്സ് സൊസൈറ്റി പറയുന്നൊരു സൊസൈറ്റി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതാണ് ഫസ്റ്റ് ഡോക്യുമെൻറ്റഡ് സൊസൈറ്റി ആയിട്ട് വേൾഡിൽ അറിയപ്പെടുന്നത് 1769. പിന്നെ അത് കഴിഞ്ഞ് ബൈ 1930 there were several hundred cooperatives. ഒരുപാട് കോപ്പറേറ്റീവ്സ് നമ്മൾ ഇപ്പോൾ വില്യം കിങ്ങിൻ്റെയും റോബർട്ട് ഓവൻ്റെയും ഒക്കെ കഥകൾ വായിക്കുന്ന സമയത്ത് ഒരുപാട് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു 1930s. പക്ഷേ സം വർ ഇനീഷ്യലി സക്സസ്ഫുൾ, ബട്ട് മോസ്റ്റ് കോപ്പറേറ്റീവ്സ് ഫൗണ്ടഡ് ഇൻ ദ ഏർലി 19th century ഹാഡ് ഫെയിൽഡ് ബൈ 1840. അപ്പോൾ ഇങ്ങനെ കോപ്പറേറ്റീവ്സ് തുടങ്ങും, അങ്ങനെ കടത്തിന് സാധനങ്ങൾ കൊടുക്കും, അത് പിന്നെ തിരിച്ച് കിട്ടാതാവും. അങ്ങനെ ഇതിനൊരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറോ പ്രിൻസിപ്പിൾസോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ തുടങ്ങിയിട്ടുള്ള കോപ്പറേറ്റീവ്സ് മുഴുവൻ കുറച്ച് കാലമൊക്കെ സക്സസ്ഫുൾ ആയിട്ട് പോയി, പിന്നെ അത് ഇല്ലാതെ നശിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ, ക്ലോസ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ, അതൊരു ഫെയിലിയർ ആവുന്ന, ഈ നഷ്ടങ്ങളൊന്നും നികത്താൻ പറ്റാതാവുന്ന സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ട് ഒരു 1840s ആയപ്പോഴേക്ക് ഒരുവിധം തുടങ്ങിയ സാധനങ്ങളൊക്കെ അവസാനിക്കുകയും ചെയ്തു. The basis for development and growth of modern cooperative movement was established when the Rockdale Society of Equitable Pioneers established the Rockdale Principles on which they ran their cooperatives. അപ്പോൾ ഇങ്ങനെ നഷ്ടത്തിലൂടെ തുടങ്ങുന്നു, പൊളിഞ്ഞ് പാപ്പരാവുന്നു, അങ്ങനെ പോയിരുന്ന ഒരു കോപ്പറേറ്റീവ് സിസ്റ്റത്തിനെ അതിൻ്റെ ഒരു മോഡേൺ ഫോമിലേക്ക്, ഇപ്പം നമ്മൾ കാണുന്ന ഒരു ഫോമിലേക്ക് എത്തിക്കാനുള്ള പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് റോക്ക്ഡെയിൽ പയനിയേഴ്സ്, തുടക്കക്കാർ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പയനിയേഴ്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്.
ഇവിടെ റോക്ക്ഡെയിൽ പയനിയേഴ്സ് എന്ന് പറയുന്നത് 28 ഫ്ലാനൽ വീവേഴ്സാണ്. തുണി മില്ലിൽ വർക്ക് ചെയ്യുന്ന വീവേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ. അങ്ങനെ അവരൊരു 28 പേര് ചേർന്നിട്ട് ഫോം ചെയ്തിട്ടുള്ള കൺസ്യൂമർ കോപ്പറേറ്റീവാണ് ആദ്യത്തെ സക്സസ്ഫുൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് അവർ ഫോം ചെയ്തത് നാച്ചുറലി അവരുടെ ആ എക്സ്പ്ലോയിറ്റേഷൻ കൂടി അവർക്ക് അത്യാവശ്യം വേണ്ട ഫുഡ് ഐറ്റംസ്, ഈ ബ്രെഡ്, അതിനവർ പറയുന്നത് എന്താ, പോട്ടെ ആ പേരെനിക്ക് കിട്ടുന്നില്ല, ഓട്സ്, ബ്രെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ബേസിക് ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനുള്ള കാര്യങ്ങളുമായിട്ടാണ് അവർ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയത്. അപ്പോൾ അതിന് അവർ കുറച്ച് തത്വങ്ങൾ ഫോളോ ചെയ്ത്, ബിക്കോസ് ദേ ഹാഡ് നോൺ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ഫെയിലിയേഴ്സ് ഓഫ് അതർ കോപ്പറേറ്റീവ്സ്. ഇങ്ങനെയൊക്കെ കോപ്പറേറ്റീവ്സ് തുടങ്ങിയിട്ട് വലിയ വലിയ ആഗ്രഹത്തോടെ കൂടെ ആശയങ്ങളോട് കൂടെ തുടങ്ങിയ കോപ്പറേറ്റീവ്സ് ഒക്കെ ഫെയിലിയർ ആവുന്നത് കണ്ട് മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് ഈ റോക്ക്ഡെയിൽ പയനിയേഴ്സിൻ്റെ ഒരു കോപ്പറേറ്റീവ്സ് വരുന്നത്. അപ്പോൾ അവർ അതിനകത്ത് കുറച്ച് തത്വങ്ങളൊക്കെ ഫോളോ ചെയ്തിരുന്നു. ആൻഡ് ദാറ്റ് കെയിം ടു ബി നോൺ ആസ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്. കാരണം അതൊരു സക്സസ് മന്ത്രമായിരുന്നു. ഇത്രയും കാലം കോപ്പറേറ്റീവ്സ് ഫെയിലിയേഴ്സ് നേരിടുന്ന സമയത്ത് ഇതൊരു സക്സസ് ഫാക്ടറായിട്ട് മാറുകയും അതിനെ പിന്നെ റോക്ക്ഡെയിൽ പയനിയേഴ്സ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുകയും ചെയ്തു. Cooperative banks called credit unions in the US were invented in Germany in the mid-19th century, first by Franz Hermann Schulz Delitzsch in 1852. Urban cooperatives. അതായത് ഇപ്പോൾ നമ്മൾ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ കാര്യം നമ്മൾ റോക്ക്ഡെയിൽ എത്തി നിർത്തി. റോക്ക്ഡെയിൽ മുതൽ അങ്ങോട്ടേക്ക് നമുക്ക് സക്സസ് സ്റ്റോറീസ് കുറേ പറയാനുണ്ട്. റോക്ക്ഡെയിൽ വരെ കുറേ ഫെയിലിയേഴ്സ് ആയിരുന്നു. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആണ് ആദ്യമായിട്ട് കോപ്പറേറ്റീവ് രംഗത്ത് വന്നത്. അതിൽ റോക്ക്ഡെയിൽ പയനിയേഴ്സ് മാത്രമാണ് സക്സസ്ഫുൾ ആയത്. അതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് ഒരു ഭാഗത്ത് ഇത് നടക്കുന്ന സമയത്ത് വേറെ ഭാഗങ്ങളിൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് വന്നുകൊണ്ടിരുന്നു. അതിനകത്ത് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ജർമ്മൻ കോപ്പറേറ്റീവ്സ് ആണ്. ജർമ്മനിയിൽ ഷൂൾസ് ഡെലിഷ് എന്ന് പറയുന്ന സിറ്റിയിൽ വന്നിട്ടുള്ള ഏർബൻ കോപ്പറേറ്റീവ്. അപ്പം അവിടെയാണ്, അതിൽ നിന്നാണ് കോപ്പറേറ്റീവ് എന്താ പറയുക, 2 തരത്തിലുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വന്നു ജർമ്മനിയിൽ. റൈഫീസൺ സൊസൈറ്റി ഒന്ന്, ദെൻ ബൈ ഫെഡറിക് വിറ്റ്മാൻ റൈഫീസൺ. ഇപ്പം അർബൻ ഏരിയയിൽ ക്രെഡിറ്റ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ഷൂൾസ് ഡെലിഷ് കോപ്പറേറ്റീവ്സ് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഫെഡറിക് വിൽസൺ റൈഫീസൺ എന്ന് പറയുന്ന ആൾ 1864 റൂറൽ കോപ്പറേറ്റീവ്സ് തുടങ്ങി. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ കാണുന്ന കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്ക് നമ്മളെ നയിച്ചിട്ടുള്ള. ഇപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു ജർമ്മനിയിൽ ഇതൊക്കെ പ്രാബല്യത്തിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതൊക്കെ വന്ന് അർബൻ കോപ്പറേറ്റീവ്സും റൈഫീസൺ കോപ്പറേറ്റീവ്സിനായിരുന്നു കേട്ടോ കൂടുതൽ അംഗീകാരം കിട്ടിയിരുന്ന. റൂറൽ ഏരിയയിലുള്ള ക്രെഡിറ്റ് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു റൈഫീസൺ കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഇതിൻ്റെ സക്സസ് വന്ന സമയത്ത് ഇന്ത്യ അന്ന് ബ്രിട്ടൻ്റെ ആധിപത്യത്തിലാണ്, കോളനിയാണ്. അപ്പോൾ ആ സമയത്ത് ഫെഡറിക് നിക്കോൾസനെ അങ്ങോട്ട് പറഞ്ഞയക്കുകയും അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിക്കോൾസൺ അവിടെ പോയി അത് പഠിച്ച് ഇവിടെ വന്നതിന് ശേഷം ആണ് നമുക്കുള്ള 1904 നമ്മുടെ ആക്റ്റുകളൊക്കെ വന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യയുടേതായിട്ടുള്ള കോപ്പറേറ്റീവ് ആക്റ്റുകളൊക്കെ വീണ്ടും ഫോം ചെയ്യുമായിരുന്നു. റൈഫീസൺ ഹാസ് പ്രൂവൺ മോർ ഇൻഫ്ലുവൻഷ്യൽ ഓവർ ടൈം. And in Britain, the Friendly Society, Building Society and Mutual Savings Bank were earlier forms of similar institution. അപ്പോൾ ജർമ്മനിയിൽ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ബ്രിട്ടനിൽ എന്തുണ്ട്, ഫ്രണ്ട്ലി സൊസൈറ്റീസ് ഉണ്ട്, ബിൽഡിംഗ് സൊസൈറ്റി ഉണ്ട്, മ്യൂച്വൽ സേവിങ്സ് ബാങ്ക് ഉണ്ട്. പല ഫോമുകളിൽ രാജ്യത്തിൻ്റെ പല സ്ഥലത്തായിട്ട്, ലോക രാജ്യങ്ങളിൽ പല സ്ഥലത്തായിട്ട് പല ഫോമിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് വന്നു. അങ്ങനെയുള്ളതാണ് ഈ റോക്ക്ഡെയിൽ പയനിയേഴ്സ്. അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ കാരണം റോക്ക്ഡെയിൽ പയനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് പ്രിൻസിപ്പിൾസ് എന്നുള്ള രീതിയിലാണ് അതിനെ ഉൾക്കൊള്ളുന്നത്. കാരണം അതായിരുന്നു സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ റോക്ക്ഡെയിൽ പയനിയേഴ്സിനെ കുറിച്ചും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇൻ 1844 a group of 28 artisans working in the flannel weavers and artisans working in the cotton mills in the town of Rockdale in the north of England established the first modern cooperative business, the Rockdale Equitable Pioneers Society. എന്താണ് പേര്? റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി. അവർ 1844 ഇവർ തുടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് മോഡേൺ ഫോം ഓഫ് കോപ്പറേറ്റീവ് ബിസിനസ്.
The weavers faced miserable working conditions and low wages, and they could not afford the high price of food and household goods. ഈ ഒരു അവസ്ഥയാണ് അവരെ കൊണ്ട് ഈ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി ഫോം ചെയ്യാനായിട്ട് അവരെ നിർബന്ധിതരാക്കിയത്. ഓരോരുത്തരും £1 വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെ വെറും 28 പൗണ്ട് കൊണ്ട് അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അത് മിഡിൽമെൻ ഇല്ലാതെ, അപ്പോൾ ആ ഒരു ലാഭം കുറച്ച് വിറ്റുകൊണ്ടാണ് അവരുടെ ബിസിനസ് അവർ തുടങ്ങിയത്. They decided that by pooling their scarce resources and working together, they could access basic goods at a lower price. ഇതായിരുന്നു അവരുടെ ഒരു അവസ്ഥ. അപ്പോൾ അതിന് വേണ്ടിയാണ് അവർ ചെയ്തത്. അപ്പോൾ ഇനി റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് നമ്മൾ അടുത്ത വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്യുക. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് പ്രിൻസിപ്പിൾസ് എന്നാണ് പറയുക. The Rockdale principles are a set of ideals for operation of cooperatives. കോപ്പറേറ്റീവ്സ് വർക്ക് ചെയ്യണമെങ്കിൽ, ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിന് ഐഡിയൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. They were first set out in 1845 by Rockdale Society of Equitable Pioneers in Rockdale, England, and have formed the basis for the principles on which cooperatives around the world continue to operate. ഇപ്പോഴും സിഗ്നിഫിക്കൻസ് 1844 കൊണ്ടുവന്നിട്ടുള്ള പ്രിൻസിപ്പിൾസിന് ഇപ്പോഴും സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളതാണ് ആ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൻ്റെ സക്സസിൻ്റെ ഒരു പ്രധാന കാരണം. നമ്മൾ അതിനെ റീഫോർമുലേറ്റ് ഒക്കെ ചെയ്തു. ഇപ്പോൾ ICA 1995 അത് റീഫോർമുലേറ്റ് ചെയ്തു. പക്ഷേ അതേസമയം അതിൻ്റെ അടിസ്ഥാനങ്ങൾ മുഴുവൻ എന്താണ്, പണ്ട് റോക്ക്ഡെയിൽ പയനിയേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള സെയിം സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.